ഹലോ, കാത്തു സ്പേസി ബുള്ളറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഇഡിയംസ് എന്നൊരു ഏരിയ പറഞ്ഞു തരാനാണ്. ഇഡിയംസിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. നമുക്കറിയാം LDC പോലുള്ള 10th ലെവൽ എക്സാമുകൾക്കൊക്കെ 20 മാർക്കിനാണ് ഇംഗ്ലീഷിൽ നിന്നും ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ അതിൽ ഇഡിയംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെ ആയിട്ടുള്ള ഒരു റോളാണ് ഉള്ളത്. മുൻവർഷ പരീക്ഷ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇഡിയംസ് കാണാറുണ്ട്. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഡിയംസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ ക്ലാസ്സിലിരിക്കുക. ഇതിലൊന്നും തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വൺ, എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്, ഈ ഇഡിയത്തിൻ്റെ മീനിങ് എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെൻറ്റിനെയാണ് എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. മലയാളത്തിൽ ഒരുപാട് നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ് എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നുള്ളത്. അതിൻ്റെ മീനിങ് ടു വേഴ്സൺ എ സിറ്റുവേഷൻ, ഒരവസ്ഥയെ മോശപ്പെടുത്തുക. ഓക്കെ, കൂടുതൽ വേഴ്സ്റ്റ് ആക്കുക. തേർഡ് വൺ, എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. അതായത് ആട്ടിൻതോലിട്ട ചെന്നായ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. എ പേഴ്സൺ ഹൂ കനോട്ട് ബി ട്രസ്റ്റഡ്, അതായത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് നമ്മൾ ആ ഒരു ശൈലിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ പഠിച്ചത് എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്, എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്, ആഡ് ഫ്യൂവൽ ടു ദ ഫയർ, ടു വേഴ്സൺ എ സിറ്റുവേഷൻ, എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്, എ പേഴ്സൺ ഹൂ കനോട്ട് ബി ട്രസ്റ്റഡ്. ഫോർത്ത് വൺ, എൻ ആം ആൻഡ് എ ലെഗ്. കയ്യും ഒരു കാലും എന്ന് പറയണില്ലേ, അത് വെരി എക്സ്പെൻസീവ്. നമ്മുടെ കയ്യ് കാലൊക്കെ വളരെയധികം എക്സ്പെൻസീവ് ആണ് അല്ലേ? അപ്പം അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. എൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ഫിഫ്ത്ത് വൺ, അറ്റ് 11th hour, അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അവസാന നിമിഷം. ഇതാണ് അറ്റ് ദ 11th hour എന്ന് പറയുന്നത്. സിക്സ്ത് വൺ, അറ്റ് 6s and 7s, സെവൻസ്, ഇൻ അട്ടർ ഡിസോർഡർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ, അങ്ങനെയൊക്കെ പറയാവുന്നതാണ്. 6 അല്ലെങ്കിൽ 7, അതായത് 6ലും 7ലും ഉറച്ചു നിൽക്കാത്ത ഒന്ന്, അപ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്താണ്, ഒരു ഡിസോർഡർ ആയിട്ടുള്ള എന്തെങ്കിലും. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആൻ ആം ആൻഡ് എ ലെഗ് വെരി എക്സ്പെൻസീവ്, അറ്റ് 11th hour, അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അറ്റ് 6s and 7s, ഇൻ അട്ടർ ഡിസോർഡർ. സെവൻത്ത് വൺ ഒരുപാട് ആവർത്തിച്ചിട്ടുള്ളതാണ്, ബേക്കേഴ്സ് ഡസൻ. 13 എന്നുള്ള നമ്പറാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറും ഒരു ഡസനും അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ബേക്കർ ആൻഡ് എ ഡസൻ. അപ്പോൾ 12 + 1 13. ഇനി 8th വൺ, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അതിനർത്ഥം അവോയ്ഡിങ് ദ മെയിൻ ടോപ്പിക്, അതായത് നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണോ അതിനെ അവോയ്ഡ് ചെയ്യാം. ഇപ്പം നമ്മൾ മലയാളത്തിൽ വളച്ചൊടിച്ച് അല്ലെ, വളഞ്ഞ് മൂക്കിയെ പിടിക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരാണ്ടിരിക്കുക അല്ലേ. അപ്പം അതാണ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ദ മെയിൻ ടോപ്പിക്. 9th വൺ, ബൈറ്റ് യുവർ ടങ്. നാവിൽ കടിക്കുക, അങ്ങനെ പറയില്ലേ, ബൈറ്റ് യുവർ ടങ് എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ടോക്കിംഗ്. ടോക്കിങ്ങിനെ, സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേക്കേഴ്സ് ഡസൻ 13, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, അവോയ്ഡിങ് ദ മെയിൻ ടോപ്പിക്, ബൈറ്റ് യുവർ ടങ്, ടു അവോയ്ഡ് ടോക്കിംഗ്. ഓക്കെ. 10th വൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെയധികം റയർ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ വെരി റയർലി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇത് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാവും. 11th വൺ, ക്ലോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്കിൻ്റെയും ബുള്ളിൻ്റെയും സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു അൺബിലീവബിൾ സ്റ്റോറിയാണ്.
ഓക്കെ, അൺബിലീവബിൾ സ്റ്റോറി. 12th വൺ, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, അതായത് റിഗ്രറ്റ് ഓവർ പാസ്റ്റ് ആക്ഷൻസ്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റയർലി, ക്ലോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, അൺബിലീവബിൾ സ്റ്റോറി, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, റിഗ്രറ്റ് ഓവർ പാസ്റ്റ് ആക്ഷൻസ്. 13th വൺ, ഡച്ച് കറേജ്, ദ കറേജ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൽക്കഹോൾ, അതായത് മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് വളരെയധികം ഒരു ധൈര്യം വന്നു ചേരും. അപ്പോൾ അത്തരം ആ ഒരു കറേജിനെയാണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കറേജ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ് ഡച്ച് കറേജ്. 14, ഹെഡ് ഓവർ ഹീൽസ്, സോ മച്ച് ലവ്, വളരെയധികം സ്നേഹം, അല്ലെങ്കിൽ വെരി ലവ്ലി എന്നൊക്കെ പറയുന്നതാണ് ഹെഡ് ഓവർ ഹീൽസ്. ഓക്കെ, അല്ലെങ്കിൽ വളരെയധികം പ്ലസന്റ് ആയിട്ടുള്ള, വളരെയധികം ആനന്ദം ഉണ്ടാവുന്ന തരത്തിലുള്ള എന്നൊക്കെ മീനിങ് വരാറുണ്ട്. 15th വൺ, ഹോൾഡ് യുവർ ഹോഴ്സസ്, ബി പേഷ്യൻറ്റ്, അതായത് ക്ഷമാശീലനാവുക, അങ്ങനെ ബി പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡച്ച് കറേജ്, ദ കറേജ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൽക്കഹോൾ, ഹെഡ് ഓവർ ഹീൽസ്, വെരി ലവ്ലി, ഹോൾഡ് യുവർ ഹോഴ്സസ്, ബി പേഷ്യൻറ്റ്. ഓക്കെ. 16th, കിക്ക് ദ ബക്കറ്റ്, ടു ഡൈ, മരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കിക്ക് ദ ബക്കറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, റിവീൽ എ സീക്രട്ട്, എന്തെങ്കിലും ഒരു സ്വകാര്യതയെ എന്ത് ചെയ്യുക, റിവീൽ ചെയ്യുക, അതിനെയാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18th വൺ, പിക്കപ്പ് യുവർ ഇയേഴ്സ്. ഓക്കെ, പേ അറ്റൻഷൻ, ചെവി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അത് ശ്രദ്ധിക്കുക അല്ലെ, പേ അറ്റൻഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിക്ക് ദ ബക്കറ്റ്, ടു ഡൈ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, റിവീൽ എ സീക്രട്ട്, പിക്കപ്പ് യുവർ ഇയേഴ്സ്, പേ അറ്റൻഷൻ. 19th വൺ, സ്റ്റോം ഇൻ എ ടീ കപ്പ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്താണ്, അൺഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. 20th വൺ, സ്വാൻ സോങ്, ലാസ്റ്റ് പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ, ഒരു പേഴ്സൻ്റെ അവസാനത്തെ പെർഫോമൻസ്, അതിനെയാണ് സ്വാൻ സോങ് എന്ന് അർത്ഥമാക്കുന്നത്. 21st, ടൈ ദ നോട്ട്. ഓക്കെ, ടൈ ദ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഗെറ്റ് മാരീഡ്, ടൈ ദ നോട്ട്, ടൈ കെട്ടുക എന്ന് ആലോചിക്കുക, അപ്പോൾ എന്താണ്, ടു ഗെറ്റ് മാരീഡ്. അപ്പോൾ സ്റ്റോം ഇൻ എ ടീ കപ്പ്, അൺഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്, സ്വാൻ സോങ്, ലാസ്റ്റ് പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ, ടൈ ദ നോട്ട്, ടു ഗെറ്റ് മാരീഡ്. 22nd, സ്മെൽ എ റാറ്റ്, ടു സെൻസ് എ ഡേഞ്ചർ ഇൻ അഡ്വാൻസ്, അതായത് എന്തെങ്കിലും ഒരു അപകടം വരാൻ പോകുന്നു എന്ന് നമുക്കൊരു തിരിച്ചറിവ്, ഒരു സെൻസ് ഉണ്ടാവുക, അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് സ്മെൽ എ റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 23rd, വെറ്റ് ബ്ലാങ്കറ്റ്, നനഞ്ഞ പുതപ്പ്. ഓക്കെ, അങ്ങനെയല്ല അതിന് അർത്ഥമാക്കുന്നത്. വെറ്റ് ബ്ലാങ്കറ്റ്, എ യൂസ്ലെസ് പേഴ്സൺ, അതായത് ഒന്നിനും കൊള്ളാതെ, നമ്മൾ പുതയ്ക്കുന്നത് എന്തിനാണ്, തണുപ്പ് നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ യൂസ്ലെസ് ആവും, എന്താണ്, തണുത്ത പുതപ്പാണെങ്കിൽ അത് തീർച്ചയായിട്ടും യൂസ്ലെസ് ആവും അല്ലേ. അപ്പം അങ്ങനെ ആലോചിക്കുക, എ യൂസ്ലെസ് പേഴ്സൺ. 24th, ടങ് ഇൻ ചീക്ക്, ഹാംലെസ് ജോക്ക്, ആർക്കും ദോഷം വരാത്ത ഒരു ജോക്കിനെ നമ്മൾ പറയുന്ന ആ ഒരു ശൈലിയാണ് ടങ് ഇൻ ചീക്ക് എന്ന് അർത്ഥമാക്കുന്നത്. 25th, അത് ലാസ്റ്റ് വണ്ണാണ്, ഓൺ ദ ഫെൻസ്, സംതിങ് യെറ്റ് ടു ബി ഡിസൈഡഡ്, ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് യെറ്റ് ടു ബി ഡിസൈഡഡ്. അപ്പോൾ ഇതാണ് ആ 25 ഇഡിയംസ്. നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇഡിയംസ് ഇല്ലാത്ത ഒരു പേപ്പറും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ആ ഇഡിയംസ് വെച്ച് നോക്കുമ്പോൾ ഈ 25 എണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. പരീക്ഷ നമുക്ക് എന്നാ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നന്നായിട്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ വരാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.